ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞ മുല കൊടുക്കലെന്ന്. മുലപ്പാൽ അള്ളാഹു മാതാവിന്റെ ശരീരത്തിൽ കുട്ടിക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. ആ കുട്ടിന്റെ അവകാശമാണ്. പാരന്റിങ്ങിന്റെ അടിസ്ഥാന പാടാണ്. പരിശുദ്ധ ഖുർആൻ രണ്ട് തവണ എടുത്തു പറഞ്ഞ കാര്യമാണ് മുല കൊടുക്കുക എന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്ഭുതകരമായ ഒരു ദ്രാവകമാണ് മുലപ്പാൽ എന്നല്ല. നമ്മൾ ബാക്കിയുള്ള ജീവികളുടെ മുലപ്പാൽ ഒരിക്കലും മനുഷ്യക്കുഞ്ഞിന്റെ മുലപ്പാലിന് പകരാവില്ല. അതെന്തുകൊണ്ടാ? ബാക്കിയുള്ള ജീവികളുടെ മുലപ്പാലിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്തു നോക്കി. അവിടെ പ്രോട്ടീൻ കൂടുതലുണ്ടാവും, കാൽസ്യം കൂടുതലുണ്ടാവും, കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കും. മനുഷ്യന്റെ മുലപ്പാൽ എടുത്തു നോക്കി, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും, പ്രോട്ടീൻ കുറവായിരിക്കും, കാൽസ്യം കുറവായിരിക്കും. എന്താ കാര്യം? ബാക്കിയുള്ള ജീവികൾക്കെല്ലാം പ്രോട്ടീനാ വേണ്ടത്. എന്താ? മസിൽസ് ആണ് വളരേണ്ടത് ചെറുപ്പത്തിലെ. അതിന് എല്ലാണ് ബലം വെക്കേണ്ടത്, കാൽസ്യം വേണ്ടത്. മനുഷ്യന് കാർബോഹൈഡ്രേറ്റ്, തലച്ചോറ വളരേണ്ടത്. ഈ ഇൻഗ്രീഡിയന്റ് അടക്കം പഠിച്ചവൻ ആ രൂപത്തിലാ തന്നാണ്. എന്നിട്ട് നിങ്ങള് മുലപ്പാലോ അല്ലെങ്കിൽ കുപ്പിപ്പാലോ കൊടുക്കുമ്പോ കുട്ടിക്ക് കിട്ടേണ്ട അള്ളാ നിങ്ങളുടെ ശരീരത്തിൽ, മാതാക്കളുടെ ശരീരത്തിൽ ഏർപ്പെടുത്തിയ സാധനം നിങ്ങൾ തടയാണ്. അവിടെ ശാരീരികം മാത്രമല്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഏറ്റവും പുതിയ അന്തസ്രാവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കാണിക്കുന്നത്, എൻഡോക്രൈനോളജിയിലെ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്, മുലപ്പാൽ കുട്ടികളുടെ ആ മാനസികാരോഗ്യത്തിന് മാത്രമല്ല പരസ്പരമുള്ള ബന്ധത്തിന് പോലും അനിവാര്യമാണെന്നാണ്. അത്ഭുതകരമാണ്. ഉമ്മയുടെ സ്തനം കുട്ടി കുടിക്കുന്ന സന്ദർഭത്തിൽ, ആ ചപ്പുന്ന സന്ദർഭത്തിൽ, കുടിക്കാൻ വേണ്ടി കുട്ടി ചപ്പുന്ന സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ആ മുലക്കണ്ണിക്ക് ചുറ്റുമുള്ള കോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെട്ടിട്ടാണ് ഉമ്മയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉമ്മാന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മുലപ്പാലിലൂടെ കുട്ടിയുടെ ശരീരത്തിലേക്ക് അതെത്തും. ഒരു കുട്ടിക്ക് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടേണ്ട അത്ര ഓക്സിറ്റോസിൻ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയാൽ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഓക്സിറ്റോസിനെ കുറിച്ച് അന്തസ്രാവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ വിളിക്കുക ഹോർമോൺ ഓഫ് ബോണ്ടിങ് എന്നാണ്, അഥവാ ബന്ധം ഉണ്ടാക്കണ ഹോർമോൺ. മാത്രമല്ല, ഒരേ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഓക്സിറ്റോസിൻ വേണ്ടത്ര ആസ്വദിച്ച ആളുകൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് അന്തസ്രാവ വ്യവസ്ഥയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് സാഹോദര്യ ബന്ധം. ഒരേ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ഓക്സിറ്റോസിൻ കിട്ടിയ, ആവശ്യത്തിന് ഓക്സിറ്റോസിൻ കിട്ടിയ ആളുകൾ തമ്മിൽ സാഹോദര്യ ബന്ധം ഉണ്ടാകുന്നതാണ്. അത്ഭുതകരമാണ്. ഈ സാഹോദര്യ ബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ഒരു ശാരീരിക അവസ്ഥയാണ് പെൺശരീരത്തിന്റെ നഗ്നത കണ്ടാൽ അവന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത്. അത് അവന്റെ ശാരീരികാവസ്ഥയാണ്. അതെന്താ വെച്ചാൽ അതിന് തലച്ചോറ് ആ നഗ്നത എന്ന് പറഞ്ഞ പൂർണ്ണ നഗ്നത എന്നുള്ള അർത്ഥത്തിലല്ല, അർദ്ധനഗ്നതയാണെങ്കിലും അതേപോലെ തന്നെ ആകർഷകമായ രൂപത്തിലാണെങ്കിലും എല്ലാം തലച്ചോറിന്റെ ഹൈപ്പോതലാമസ് നിർദ്ദേശപ്രകാരം പുരുഷ ശരീരത്തിലെ വൃഷണം ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണത്. അതുകൊണ്ടാണ് ആകർഷണം ഉണ്ടാകുന്നത്, താല്പര്യം ഉണ്ടാകുന്നത്, എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് ശരീരശാസ്ത്രപരമാണ്. എന്നാൽ ഇതേ സ്ത്രീ സ്വന്തം പെങ്ങളാണെങ്കിൽ ഇത് ഉണ്ടാകുന്നില്ല. പുരുഷ ശരീരത്തിൽ സ്വന്തം സഹോദരിയുടെ നഗ്നതയോ സ്വന്തം സഹോദരിയുടെ ശരീരമോ കാണുമ്പോൾ ഇത് സംഭവിക്കണില്ല. ഇതിനുള്ള കാരണമായി, അന്തസ്രാവ കാരണമായി അഥവാ എൻഡോക്രൈനോളജിക്കൽ റീസണായി ശാസ്ത്രജ്ഞന്മാർ പറയുക ഓക്സിറ്റോസിൻ ബന്ധം എന്നാണ്. ആ ബോണ്ടേജ്, ഒരേ ഉമ്മയിൽ നിന്ന് ഓക്സിറ്റോസിൻ ലഭിച്ച ആളുകൾ, അവർക്ക് ഈ ബന്ധം വേറൊരു തലത്തിലായതുകൊണ്ട് തന്നെ ഒരിക്കലും പെങ്ങളിൽ പെങ്ങളെ തന്നെ കാണാൻ കഴിയും. ഇനി നമ്മൾ ആലോചിക്കുക, ആധുനിക കാലഘട്ടത്തിൽ സഹോദരങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ എന്നുള്ള ചോദ്യത്തിനുള്ള അന്തസ്രാവ വ്യവസ്ഥക്കാരന്റെ ഉത്തരം വേറെ കാര്യങ്ങൾ ഉണ്ടാവും. ഉത്തരം വേണ്ടത്ര ഓക്സിറ്റോസിൻ കിട്ടാത്തത് എന്നാണ്.
എന്തുകൊണ്ട് സ്വന്തം പെങ്ങളിൽ പെണ്ണിനെ കാണുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് വേണ്ടത്ര ഓക്സിറ്റോസിൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ വേണ്ടത്ര മുലപ്പാൽ കൊടുക്കാഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഭാവിയെയും കൂടിയാണ് കേടുവരുത്തുന്നത്. ആവശ്യത്തിന് മുലപ്പാൽ കൊടുക്കാതിരുന്നാൽ കുഞ്ഞിന്റെ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയ കുഞ്ഞിനും വേണ്ടി തന്ന സാധനമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ഭുതകരമായ കാര്യം. പക്ഷെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇസ്ലാമിന്റെ വിമർശകന്മാർ ഉന്നയിക്കുന്ന വലിയ ഒരു വാദങ്ങളിൽ ഒന്ന്, ഇസ്ലാം സാധാരണ ഈ സാഹോദര്യ ബന്ധത്തെ പോലെ തന്നെയാണ് മുലകുടി ബന്ധവും കൽപ്പിച്ചത്. ഇപ്പോഴും കാണാം നിങ്ങൾക്ക് ഇന്റർനെറ്റിലെല്ലാം വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ഇങ്ങനെ അതിനെല്ലാം കളിയാക്കിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ. എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർക്ക് പറയാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചത് പാരമ്പര്യം മുലപ്പാലിലൂടെയാണ് പകരുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പര് മുല കുടിച്ച കുട്ടികളും ഇതേപോലെ തന്നെ സഹോദര ബന്ധമുള്ളതാണ് എന്നുള്ള അബദ്ധജടിലമായ വാദം പറഞ്ഞത് എന്നാണ്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, ഒരേ മാതാവിന്റെ മുല കുടിച്ച കുട്ടികൾ, അത് പിതാവ് ആരാകട്ടെ ഓക്സിറ്റോസിൻ ഒരേ മാതാവിൽ നിന്നാണ് കിട്ടിയത് എന്നതുകൊണ്ട് ബോണ്ടിങ് അവിടെ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ സഹോദരിയെ പോലെ തന്നെ അത്തരം ആളുകളെ കാണണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ സയൻസ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവണേ. അൽഹംദുലില്ലാഹ്, ഈ പഠനം വായിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടായിരുന്നു. കാരണം കുറെ കാലമായിട്ട് ഇതിനെന്താ എങ്ങനെ ആൻസർ പറയാ എന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു വിഷയമായിരുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നെ എന്നായിരുന്നു നമ്മുടെ ആൻസർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അള്ളാഹു നിശ്ചയിച്ചൊരു നിയമമാണ്. അവിടെ സൗന്ദര്യം അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുപ്പിപ്പാലിലേക്ക് പോകാൻ 6 മാസം വരെ കുട്ടിക്ക് മുലപ്പാലേ കൊടുക്കാവൂ. പിന്നെ മെല്ലെ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങാം. പക്ഷേ ഒരു കാരണവശാലും കുട്ടിന്റെ അടുത്തേക്ക് പശുവും പാലോ ആട്ടും പാലോ കൊണ്ടുപോയി കൂടാ. അത് ആട്ടുംകുട്ടിക്ക് ഉണ്ടാക്കിയതാണുള്ള ആട്ടുംപാല്, പശുക്കുട്ടിക്ക് ഉണ്ടാക്കിയാണ് പശുവിൻ പാല്. അത് നിങ്ങൾക്ക് വലിയ ആൾക്കാർ വേണമെങ്കിൽ പ്രോട്ടീന്റെ ആവശ്യത്തിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുടിച്ചോ. പക്ഷേ കുട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൂടെ 2 വയസ്സ് വരെ.